ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡിഗ്രി അനാലിസിസ് ആണ്. ഹ്യൂമൻ ജെനറ്റിക്സിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പെഡിഗ്രി അനാലിസിസ്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഇതിനെല്ലാം ഒരു ജനറേഷനിൽ ട്രാക്ക് ചെയ്യാനും പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ജെനറ്റിക് ഡിസോർഡേഴ്സും തന്നെ ഒരു ഫാമിലിയിൽ ട്രാക്ക് ചെയ്യാനും കുട്ടികളുടെയൊക്കെ ആ ജെനറ്റിക് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടൂളാണ് പെഡിഗ്രി അനാലിസിസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് പെഡിഗ്രി അനാലിസിസിൽ അല്ലെങ്കിൽ പെഡിഗ്രി വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് സിംബൽസ് എന്താ എന്നുള്ളത് പരിചയപ്പെടും. അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെന്റലിയൻ ഡിസോർഡേഴ്സ് 4 ടൈപ്പാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ 4 ടൈപ്പ് ഡിസോർഡേഴ്സിന്റെയും പെഡിഗ്രി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ പെഡിഗ്രിയിൽ ഉപയോഗിക്കുന്ന സിംബൽസ് എന്താ എന്നുള്ളത് കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ഒരു സിംബൽ ആണ് നമ്മൾ കാണുന്നത് എങ്കിൽ ഈ ഒരു സിംബൽ റെപ്രസെന്റ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു മെയിലിനെയാണ്. നോർമൽ മെയിൽ ഒരു ആണിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു സർക്കിൾ ആണ് കാണുന്നത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഫീമെയിലിനെയാണ്. നോർമൽ ഫീമെയിലിനെയാണ്. ഇനി ഇതുപോലെ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സിംബൽ ആണ് കാണുന്നത് എങ്കിൽ നോർമൽ ആയിട്ടുള്ള ആളാണ്, പക്ഷെ സെക്സ് സ്പെസിഫൈഡ് അല്ല, അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള സെക്സ് ആണ്. ഓക്കെ, അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാണ് ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്, അയാൾക്ക് 3 മക്കളുണ്ട് എന്ന് പറയുന്നുള്ളൂ എന്ന് വിചാരിക്കുക. 3 മക്കള് ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ പെഡിഗ്രിയിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല മെയിലാണോ ഫീമെയിൽ ആണ് എങ്കിൽ നമ്മൾ ഇങ്ങനെ സെക്സ് അൺസ്പെസിഫൈഡ് ആയിട്ട് വരച്ചിട്ട് നോർമൽ 3 ഇൻഡിവിജ്വൽ എന്ന് ഇങ്ങനെയാണ് സാധാരണ എഴുതാറുള്ളത്. ക്ലിയർ ആണോ? അതായത് സെക്സ് അൺസ്പെസിഫൈഡ് ആണ് എന്ന് പറഞ്ഞാൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പെഡിഗ്രിയിൽ കാണിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അത്രേ അർത്ഥം ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഈ പറയുന്ന സിംബലുകളെല്ലാം ഷെയ്ഡ് ചെയ്താൽ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ എന്നാണ് അർത്ഥം. അതായത് നോക്ക്, ഈ ഒരു സിംബലിന്റെ അർത്ഥം എന്താ? അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള സെക്സ് ഷെയ്ഡ് ചെയ്തതല്ലേ. അതായത് സെക്സ് സ്പെസിഫൈ ചെയ്യാത്ത അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജെനറ്റിക് ഡിസോർഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്തെങ്കിലും ഹെറിറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ആയിക്കോട്ടെ, അത് ഉള്ള ആളാണ്, അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ് ഈ കാണിക്കുന്ന സിംബൽ എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറയുന്ന ഒരു നോർമൽ മെയിലിനെ ഷെയ്ഡ് ചെയ്തതാണല്ലോ. അപ്പൊ ഇയാളാരാ? അഫക്റ്റഡ് മെയിൽ ആണ്. ക്ലിയർ? ഇനി ഇത് ഒരു നോർമൽ ഫീമെയിലിനെ ഷെയ്ഡ് ചെയ്തതാണ്. അപ്പൊ ഷെയ്ഡ് ചെയ്താൽ എന്തായി മാറി? അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളായി മാറി. അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ് നമുക്ക് ഈ ഒരു സിംബലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ റെസസീവ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് പഠിച്ചിട്ടുണ്ട്. റെസസീവ് ഡിസോർഡേഴ്സിന്റെ പ്രത്യേകത എന്താണ്? റെസസീവ് ഡിസോർഡർ ഒരു ജീൻ ഡിഫക്റ്റീവ് ആണെങ്കിലും മറ്റൊരു ജീൻ ഡിഫക്റ്റീവ് അല്ല എങ്കിൽ അസുഖമില്ലാത്ത ആള്. ആ അസുഖമില്ലാത്ത ആൾക്ക് അസുഖമൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ അയാൾക്ക് വേണമെങ്കിൽ മക്കൾക്ക് അസുഖം കൈമാറാൻ പറ്റും. അതുപോലെ ഉള്ള ഒരു സ്വഭാവമാണ് ഈ റെസസീവ് ഡിസോർഡേഴ്സിന്. മെന്റലിയൻ ഡിസോർഡേഴ്സിന് തന്നെ റെസസീവ് ഡിസോർഡേഴ്സിന്റെ പ്രത്യേകതയാണ് ഒരു ഇൻഡിവിജ്വലിന് അസുഖം ഉണ്ടാവില്ല, പക്ഷെ ആ ഇൻഡിവിജ്വലിന് അസുഖം കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഇപ്പൊ ഞാൻ ഇവിടെ അടുത്ത സിംബൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ്. ഈ ഒരു സിംബൽ എന്തിനാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, അപ്പൊ അതും കൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നോർമൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആണ് എന്നാണ് അർത്ഥം. ഷെയ്ഡ് ചെയ്താൽ എന്താ അതിന്റെ അർത്ഥം? ഇതുപോലെ ഷെയ്ഡ് ചെയ്താൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അസുഖം ഉള്ള ആളാണെന്നാണ് അർത്ഥം. പകുതി ഷെയ്ഡ് ചെയ്താൽ അയാള് നോർമൽ ആണ്, അൺഅഫക്റ്റഡ് ആണ്, പക്ഷേ അയാൾ കാരിയർ ആണ്. റെസസീവ് ഡിസോർഡർ കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അയാൾ കാരിയർ ആണ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല എങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു പെഡിഗ്രി നിങ്ങളൊരു സിംബൽ കണ്ടാൽ അതിന്റെ അർത്ഥം അയാൾക്ക് അസുഖമില്ല, പക്ഷെ അയാൾ കാരിയർ ആണ്. അല്ലെ? കാരിയർ ആണ്. കാരിയർ മെയിൽ ആണോ? അല്ല, കാരിയർ ഫീമെയിൽ ആണ് എന്നാണ് ഈ ഒരു സിംബലിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത സിംബലുകളിലേക്ക് കിടക്കാം. നോക്ക്, ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള ഫീമെയിലും ഉണ്ട്, നോർമൽ ആയിട്ടുള്ള ഒരു മെയിലും ഉണ്ട്. അല്ലെ? ഞാൻ ഇവരുടെ ഇടയിൽ ഒരു ലൈന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 2 നോർമൽ ആയിട്ടുള്ള മെയിലിന്റെയും ഫീമെയിലിന്റെയും ഇടയിൽ മെയ്റ്റിംഗ് നടന്നു എന്നാണ്.
ഇനി താഴത്ത് ഈ കാണുന്ന ഈ ഒരു ഫീമെയിലിന്റെയും മെയിലിന്റെയും ഇടയിൽ ഞാൻ 2 ലൈന് വരച്ചാൽ അതിന്റെ അർത്ഥം സാധാരണ മെയ്റ്റിംഗ് നടന്നു എന്നല്ല, മെയ്റ്റിംഗ് ബിറ്റ്വീൻ ക്ലോസ് റിലേറ്റീവ്സ്, കസിൻസ് ഒക്കെ ഉണ്ടാവില്ലേ, കസിൻസ് ഒക്കെ തമ്മിൽ കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവുക. മെയ്റ്റിംഗ് നടക്കുമ്പോഴാണ് നമ്മൾ 2 ലൈന് വരയ്ക്കുക. മെയ്റ്റിംഗ് ബിറ്റ്വീൻ ക്ലോസ് റിലേറ്റീവ്സ്, അതിനാണ് നമ്മൾ കൺസാങ്ഗ്വിനസ് മെയ്റ്റിംഗ് എന്ന് പറയാ. മെയ്റ്റിംഗ് ബിറ്റ്വീൻ ക്ലോസ് റിലേറ്റീവ്സ്, ക്ലോസ് റിലേറ്റീവ്സിന്റെ ഇടയിൽ മെയ്റ്റിംഗ് സംഭവിച്ചു എന്നുള്ളതിനെയാണ് ഈ കാണിക്കുന്നത് 2 ലൈന് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇത് റെപ്രസെന്റ് മെയ്റ്റിംഗ്, ദിസ് ഈസ് കൺസാങ്ഗ്വിനസ് മെയ്റ്റിംഗ്. ക്ലോസ് റിലേറ്റീവിന്റെ ഇടയിൽ കല്യാണം കഴിച്ച് മെയ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അത് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ ഒരു നോർമൽ ഫീമെയിൽ ഉണ്ട്, മെയിൽ ഉണ്ട്, അതിന്റെ ഇടയിൽ ഞാൻ ഒരു ലൈന് വരച്ചു. ഇത് എന്തിനാ സൂചിപ്പിക്കുന്നത്? അവരുടെ ഇടയിൽ മെയ്റ്റിംഗ് നടന്നു. ഇനി അതാണ് ഞാൻ എടുത്തൊരു ജനറേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ആണും പെണ്ണും ഒരു ജനറേഷൻ ആണ്. ഇനി അവർക്ക് കുട്ടി ഉണ്ടാവുന്നത് ഞാൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെ വരച്ചാൽ അതിന്റെ അർത്ഥം ഇവർക്ക് കുട്ടി ഉണ്ടായതാണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഇത് പാരന്റ്സ് ആണ്, അവര് മെയ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഉണ്ടായ കുട്ടിയാണ് ഞാനിവിടെ കാണിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് നോക്കേണ്ടത്. ആദ്യം ഉണ്ടായ കുട്ടി എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ കുട്ടി, ഇതാണ് രണ്ടാമത്തെ കുട്ടി. ആ കുട്ടിക്ക് എന്തില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, അൺഅഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് എന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് എവിഡന്റ് ആണല്ലോ. ഒന്നാമത്തെ കുട്ടി എന്ന് പറയുന്നത് ആൺകുട്ടിയാണ്, രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്. എങ്ങനെയാണ് ഞാൻ ഒന്നാമത്തെ കുട്ടി മനസ്സിലാക്കിയേ? ഇടത്തെ ഭാഗത്തു നിന്ന് വലത്തെ ഭാഗത്തേക്കാണ് കുട്ടികൾ പോവുക. അപ്പൊ മൂന്നാമത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഈ സിംബലിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നോക്ക്, ഇനി 2 അൺഅഫക്റ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് കല്യാണം കഴിച്ചു, മെയ്റ്റ് ചെയ്തു, അവർക്ക് ഉണ്ടായിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടീനെയാണ് വരയ്ക്കുന്നത് എങ്കിൽ, ഒരു അമ്മ, ഇത് അച്ഛൻ, അവർക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി, ഷെയ്ഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജെനറ്റിക് ഡിസോർഡർ ആ ഉണ്ടായ ആൺകുട്ടിക്ക് ഉണ്ട് എന്നാണ് ഇതിലെ അർത്ഥം. ക്ലിയർ ആണല്ലോ? ഇനി ഒരു അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു, അച്ഛനും അമ്മയ്ക്കും കല്യാണം കഴിച്ചിട്ടുണ്ടായത് നോർമൽ ആയിട്ടുള്ള കുട്ടികളാണ്. ഞാൻ ഇങ്ങനെ ഈ ഒരു സിംബലിൽ 3 എന്ന് എഴുതിയാല് നിങ്ങൾക്ക് ഈ സിംബൽ എന്താണെന്ന് അറിയാം, സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. അപ്പൊ എന്താണ് ഈ ഒരു പെഡിഗ്രീന്റെ അർത്ഥം? ഈ നോർമൽ ആയിട്ടുള്ള അമ്മയും നോർമൽ ആയിട്ടുള്ള അച്ഛനും കല്യാണം കഴിച്ച് 3 കുട്ടികൾ ഉണ്ടായി. ആ 3 കുട്ടികൾ ആണാണെന്നോ 3 കുട്ടികൾ പെണ്ണാണോ എന്ന് പറയുന്നില്ല. സെക്സ് അൺസ്പെസിഫൈഡ് ആണ്, ഷെയ്ഡ് ചെയ്യാത്തതുകൊണ്ട് നോർമൽ 3 കുട്ടികളാണ് എന്ന് വേണം നമുക്ക് ആ പെഡിഗ്രിന്ന് മനസ്സിലാക്കാൻ. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് 4 ടൈപ്പ് മെന്റീലിയൻ ഡിസോർഡേഴ്സ് ആണുള്ളത്. ഓട്ടോസോമൽ റെസസീവ്, ഓട്ടോസോമൽ ഡോമിനന്റ്, ദെൻ സെക്സ് ലിങ്ക്ഡ് റെസസീവ്, സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്. സെക്സ് ലിങ്ക്ഡ് തന്നെ ഞാൻ പറഞ്ഞു, എക്സ് ലിങ്ക്ഡ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, വൈ ലിങ്ക്ഡിന്റെ കാര്യം നമുക്ക് പഠിക്കാനില്ല. അപ്പം നമ്മൾ പൊതുവെ ഹയർ സ്റ്റാൻഡേർഡ്സിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ലിങ്ക്ഡ് ഉണ്ടാവും, വൈ ലിങ്ക്ഡ് ഉണ്ടാവും, അതേപോലെ മൈറ്റോകോൺട്രിയൽ ആയിട്ടുള്ള പെഡിഗ്രി ഒക്കെ ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഇവിടെ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓട്ടോസോമൽ റെസസീവ്, ഓട്ടോസോമൽ ഡോമിനന്റ്, എക്സ് ലിങ്ക്ഡ് റെസസീവ്, എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്. ഞാൻ സെക്സ് എന്നല്ല പറഞ്ഞത്, കാരണം ഞാൻ വൈ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു പെഡിഗ്രിയുടെ പാറ്റേൺ എങ്ങനെയായിരിക്കും, അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓട്ടോസോമൽ റെസസീവിന്റെ പ്രത്യേകതയാണ്. ഓട്ടോസോമൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിഫക്റ്റീവ് ജീൻ ഉള്ളത് ഓട്ടോസോമിലാണ്. റെസസീവ് ആണ് എന്ന് പറഞ്ഞാൽ ആ അസുഖത്തിന്റെ പ്രത്യേകത എന്താ? അതായത് ഒരു ഡിഫക്റ്റീവ് ജീനും ഒരു നോർമൽ ജീനും വന്നാല് ആ ആൾക്ക് അസുഖമൊന്നും കാണിക്കൂല. ക്ലിയർ ആണല്ലോ? ആ ആൾക്ക് അസുഖമൊന്നും കാണിക്കില്ല എന്നാണ് അർത്ഥം. അപ്പൊ നോക്ക്, ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാല് ഒരു നോർമൽ ആയിട്ടുള്ള ജീനാണ്, നോർമൽ ആയിട്ടുള്ള അല്ലീലാണെന്ന് വിചാരിച്ചോ. സ്മോൾ ഡി എന്ന് പറഞ്ഞാല് ഒരു റെസസീവ് ആയിട്ടുള്ള അല്ലീലാണ്, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള അല്ലീലാണെന്ന് വിചാരിച്ചോ.
ഡിഫക്റ്റീവ് അല്ലീലാണ്. അപ്പൊ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ അയാൾ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും എന്നല്ലേ അർത്ഥം. ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും ആയാല് അയാൾ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. പക്ഷെ അയാൾ കാരിയർ ആണ് അല്ലെ, മക്കൾക്ക് വേണമെങ്കിൽ അസുഖം കൊടുക്കാൻ പറ്റുന്ന ആളാണ്. സ്മോൾ ഡി എന്ന് പറഞ്ഞാല് അയാള് അഫക്റ്റഡ് ആയിരിക്കും, ഡിസീസ്ഡ് ഇൻഡിവിജ്വൽ ആയിരിക്കും എന്നല്ലേ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. അതല്ലേ ഓട്ടോസോമൽ റെസസീവ് എന്ന് പറഞ്ഞ ഓട്ടോസോമൽ റെസസീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല്. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും, അതായത് നോർമൽ ജീനും നോർമൽ അല്ലീലും ഡിഫക്റ്റീവ് അല്ലീലും ഒരുമിച്ച് ഒരാൾക്ക് വന്നാല് അസുഖം കാണാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് അയാളുടെ മക്കൾക്ക് അസുഖം കൊടുക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, ഇവിടെ ഒരു അച്ഛനും അമ്മയുണ്ട്, അവർക്ക് അസുഖമൊന്നുമില്ല. പക്ഷെ അയാൾക്ക് ഉണ്ടായ ഒരു പെൺകുട്ടിയിൽ, രണ്ടാമത്തെ പെൺകുട്ടിയിൽ അസുഖം ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് അച്ഛനും അമ്മയ്ക്കും അസുഖമില്ല, പക്ഷെ മക്കൾക്ക് അസുഖമുണ്ട്. ഇനി അതേപോലെ നോക്ക്, ഈ പറയുന്ന അടുത്ത ജനറേഷൻ, ഇത് ഒന്നാമത്തെ ജനറേഷൻ, ഇത് രണ്ടാമത്തെ ജനറേഷൻ, ഇത് മൂന്നാമത്തെ ജനറേഷൻ, ഇത് നാലാമത്തെ ജനറേഷൻ. ഒന്നാമത്തെ ജനറേഷനിൽ അസുഖമില്ലാത്ത പാരന്റ്സ് ആണ്, പക്ഷെ അയാളുടെ മക്കൾക്ക് ഒരു മകൾക്ക് അസുഖം ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത ജനറേഷൻ, അവരുടെ സെക്കൻഡ് ജനറേഷൻ, അതായത് ഇത് ഒന്ന് സെക്കൻഡ്, ഇത് തേർഡ് ജനറേഷൻ. ഈ തേർഡ് ജനറേഷനിൽ ആർക്കും തന്നെ എന്തില്ല? അസുഖമില്ല. ഓക്കെ, ഈ അസുഖമില്ലാത്ത രണ്ട് കസിൻസ് തമ്മിൽ കല്യാണം കഴിച്ചു അല്ലെ, മേറ്റിംഗ് ബിറ്റ്വീൻ ക്ലോസ് റിലേറ്റീവ്സ്, കൺസാങ്ക്വിനസ് മേറ്റിംഗ് നടത്തി. അപ്പൊ ഈ ഉണ്ടായ നാലാമത്തെ ജനറേഷനിൽ എന്തുണ്ട്? അസുഖമുണ്ട്. അതായത് ഇവരുടെ രണ്ടാളുടെയും പാരന്റ്സിന് അസുഖമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ പറയുന്ന കണ്ടീഷൻ, അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ജീന് അല്ലെങ്കിൽ ഉണ്ട് എങ്കിൽ ആ ആൾക്ക് അസുഖം കാണിക്കില്ല. അപ്പൊ അസുഖം കാണാത്ത ആളാണെന്നുണ്ടെങ്കിലും അയാളുടെ കുട്ടിക്ക് അസുഖം ഉണ്ടാവാം. ശരിയല്ലേ? കുട്ടിക്ക് അസുഖം ഉണ്ടാവാം. അപ്പൊ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇവര് സാധാരണഗതിയിൽ ജനറേഷൻസ് സ്കിപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. റെസസീവ് ആയിട്ടുള്ള അസുഖങ്ങളുടെ പ്രത്യേകതയാണ്, ഒരു തലമുറയിൽ അസുഖമില്ല, പക്ഷെ അടുത്ത തലമുറയിൽ അസുഖം ഉണ്ടാവും, അടുത്ത തലമുറയിൽ അസുഖമില്ല, അടുത്ത തലമുറയിൽ അസുഖം ഉണ്ടാവും. ആ ജനറേഷൻസ് സ്കിപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അതാണ് റെസസീവ് ആയതുകൊണ്ടുള്ള പ്രത്യേകത. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഇയാൾ ഓട്ടോസോമലാണ്. ഓട്ടോസോമൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മെയിലിലും ഫീമെയിൽസിലും ഓട്ടോസോം 44 എണ്ണം സെയിം അല്ലേ? അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ജീന് ഡിഫക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെയാണ് വരിക. മനസ്സിലായോ? ഇവിടെ പെണ്ണിനും ആണിനും ഒക്കെ അസുഖം വരാനുള്ള സാധ്യത ഒരേപോലെയാണ്, 50-50 ആണ്. അല്ലാതെ പെണ്ണുങ്ങൾക്ക് കൂടുതൽ കാണാം, ആണുങ്ങൾക്ക് കൂടുതൽ കാണാം, അങ്ങനെയൊന്നുമില്ല. അപ്പം ഓട്ടോസോമൽ ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈക്വലി ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഈ അസുഖം കാണിക്കുമെന്നാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി ഓട്ടോസോമൽ റെസസീവ് നമ്മൾ കണ്ടു, അതിന്റെ രണ്ട് പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. അപ്പൊ ഈ അസുഖം ഓട്ടോസോമൽ ആണ് എന്ന് പറഞ്ഞാൽ ഓട്ടോസോമിലാണ് ഡിഫക്റ്റീവ് ജീൻ ഉള്ളത്. ഡോമിനന്റ് ആണ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ജീന്, രണ്ട് പെയർ ജീനിലെ ഒരു ജീന് ഡിഫക്റ്റീവ് ആയാലും ഇയാള് അസുഖം കാണിക്കും. അപ്പൊ നോക്ക്, നമ്മൾ പറഞ്ഞ എന്താ? ഓട്ടോസോമൽ ആണ്. അപ്പൊ സെക്സുമായിട്ട് ഇതിന് ബന്ധമില്ല, അതായത് മെയിലിലും ഫീമെയിലും ഒരേപോലെ കാണാനാണ് സാധ്യത. മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഒരുപോലെ കാണാനാണ് സാധ്യത. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പെഡിഗ്രി നോക്കുകയാണെങ്കിൽ നോക്ക്, ഇത് ഒരു ഫീമെയിലാണ്, 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 ഫീമെയിലാണ്. ഓക്കെ, ഇനി ഇതാണെങ്കിലോ മെയില്, 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 മെയില്. മെയിലിനും ഫീമെയിലിനും ഏകദേശം ഒരുപോലെ തന്നെ അസുഖം കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും ഒരിക്കലും കുട്ടികൾക്ക് അസുഖം കിട്ടില്ല. അതിനിവിടെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന പാരന്റ്സ് എന്ന് പറയുന്നത്, അതായത് ഈ 3 കുട്ടികളുടെ അച്ഛനും അമ്മയാണല്ലോ ഞാനിവിടെ കാണിച്ചത്. ഇവർ രണ്ടാളും അൺഅഫക്റ്റഡ് ആണല്ലോ. അൺഅഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? രണ്ടാൾക്കാർക്കും രണ്ട് പെയറും നോർമൽ ജീനാണല്ലോ. അതുകൊണ്ടല്ലേ ഡോമിനന്റ് കണ്ടീഷനിൽ ഇയാൾ അസുഖം വരാതിരുന്നത്. ശരിയല്ലേ? ഈ പറയുന്ന അൺഅഫക്റ്റഡ് ആയിട്ടുള്ള പാരന്റ്സിന് ഒരിക്കലും അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ല. കാരണം ഈ അസുഖം എന്ത് അസുഖമാണ്? ഡോമിനന്റ് അസുഖമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അൺഅഫക്റ്റഡ് പേഴ്സൺസ് ഒരിക്കലും ഈ ട്രൈറ്റ് അല്ലെങ്കിൽ ഈ ഡിസോർഡർ കൈമാറൂല, കുട്ടികൾക്ക് കൊടുക്കില്ല എന്നാണ് ഈ പറയുന്ന ഒരു പോയിന്റ്. ക്ലിയർ ആണല്ലോ? ഇനി
നമ്മൾ ഏതൊരു അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ എടുത്തു നോക്കിയാലും, ഏതൊരു അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ നമ്മൾ ഒരു ഡോമിനന്റ് അസുഖത്തിൽ എടുത്തു നോക്കിയാലും അവർക്ക് അറ്റ്ലീസ്റ്റ് 1 പാരന്റ് അഫക്റ്റഡ് ആയിരിക്കും. നോക്ക്, ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തു നോക്കുകയാണ്. ഇവിടെ ഒരു അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ്, അയാളുടെ ഒരു പാരന്റ് അഫക്റ്റഡ് ആണ്. ക്ലിയർ ആണല്ലോ? ഈ ഇൻഡിവിജ്വൽ എന്താണ്? അഫക്റ്റഡ് ആണ്, അയാളുടെ അറ്റ്ലീസ്റ്റ് ഒരു പാരന്റ് അഫക്റ്റഡ് ആണ്. ഇതൊരു അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണല്ലോ, അയാളുടെ 2 പാരന്റ്സ് അല്ലേ ഇത്, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു പാരന്റെങ്കിലും അഫക്റ്റഡ് ആണ്. ഇതൊരു ഇൻഡിവിജ്വൽ ആണല്ലോ, അയാളുടെ അറ്റ്ലീസ്റ്റ് ഒരു പാരന്റെങ്കിലും ഇൻഡിവിജ്വൽ അഫക്റ്റഡ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഡോമിനന്റ് അസുഖമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതൊരു അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ നിങ്ങൾ എടുത്തു നോക്കിയാലും അറ്റ്ലീസ്റ്റ് 1 പാരന്റെങ്കിലും അഫക്റ്റഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അറ്റ്ലീസ്റ്റ് 1 പാരന്റെങ്കിലും അഫക്റ്റഡ് ആയിരിക്കും. ഒരു അഫക്റ്റഡ് ഇൻഡിവിജ്വലിന്റെ അറ്റ്ലീസ്റ്റ് 1 പാരന്റ് ഈസ് അഫക്റ്റഡ്. അപ്പം ഇതാണ് ഓട്ടോസോമൽ ഡോമിനന്റ് അസുഖങ്ങളുടെ പെഡിഗ്രിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എക്സ് ലിങ്ക്ഡിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണ്. അപ്പൊ നോക്ക്, എക്സ് ലിങ്ക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എക്സ് ക്രോമസോമിലാണ് ഡിഫക്റ്റീവ് ജീൻ ഉള്ളത്. റെസസീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ജീന് ഡിഫക്റ്റീവും ഒരു ജീന് നോർമൽ വന്നാലും ഇയാള് അസുഖം കാണിക്കില്ല എന്നാണ് അർത്ഥം. ഇനി നോക്ക്, അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നോക്ക്, എക്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ എക്സ് ക്രോമസോം ആണെന്ന് വിചാരിച്ചോ. എക്സ് ഡി എന്ന് പറയുന്നത് ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനുള്ള എക്സ് ക്രോമസോം ആണ് എന്ന് വിചാരിച്ചോ. അപ്പൊ നോക്ക്, ഒരു ഫീമെയിൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഫീമെയിൽ എന്താ? നോർമൽ ഫീമെയിൽ ആണ്. എക്സ് നോർമലും ഒരു ക്രോമസോം നോർമലും ഒന്ന് ഡിഫക്റ്റീവ് ആണ് എങ്കിൽ ഈ ആൾ ആരായിരിക്കും? കാരിയർ ആയിരിക്കൂലേ? കാരിയർ ആണ് അല്ലെങ്കിൽ നോർമൽ ആണ്, ഇൻഡിവിജ്വൽ നോർമൽ ആണ്. എന്ത് തന്നെയാണ്? ഫീമെയിൽ ആണല്ലോ. ക്ലിയർ അല്ലേ? യെസ്. ഇനി രണ്ടും ഡിഫക്റ്റീവ് ആയാൽ മാത്രമേ ഒരു റെസസീവ് ഡിസോർഡർ കാണിക്കുള്ളൂ. അതായത് അപ്പോൾ മാത്രമേ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആയി മാറുകയുള്ളൂ, അഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ ആവുകയുള്ളൂ. ശരിയാണല്ലോ? ഇനി ഞാൻ മെയിലിന്റെ കാര്യം എടുക്കാം. ഒരു മെയിൽ എന്ന് പറയുന്നത് എക്സ് വൈ ആണല്ലോ. അപ്പൊ നോക്ക്, ഒരു നോർമൽ എക്സും ഞാൻ വേറെ കളറിൽ എടുക്കാം. ഒരു നോർമൽ എക്സും വൈയുമാണെന്നുണ്ടെങ്കിൽ ഈ ആൾ എന്ന് പറയുന്നത് ഒരു നോർമൽ മെയിൽ ആണ്. ഇനി ഒരു എക്സ് ഡിഫക്റ്റീവ് ആൻഡ് ദ അതർ ക്രോമസോം ഇസ് വൈ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൾ എന്ന് പറയുന്നത് അഫക്റ്റഡ് മെയിൽ ആണ്. ശരിയാണല്ലോ? അഫക്റ്റഡ് മെയിൽ ആണ്. അപ്പം ഇതാണ് ഒരു എക്സ് ക്രോമസോമിൽ വരുന്ന ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ ഉണ്ടെങ്കിലുള്ള അവസ്ഥ. ഞാനിവിടെ എക്സ് നോർമൽ ആയിട്ടും എക്സ് ഡി എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ആയിട്ടുമാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നോക്ക്, എക്സ് ആണെങ്കിൽ നോർമൽ ഫീമെയിൽ, ഒരു എക്സ് നോർമലും ഒരു എക്സ് ഡിഫക്റ്റീവ് ആണെങ്കിൽ കാരിയർ ആണ്. പക്ഷെ ആള് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന അസുഖം ഇല്ലാത്ത ആളാണ്. ആൻഡ് രണ്ടും ഡിഫക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഒരു ഫീമെയിൽ എന്താവുകയുള്ളൂ? ഡിഫക്റ്റീവ് ആവുകയുള്ളൂ. എക്സ് വൈയിൽ ഒരു നോർമൽ മെയിൽ ആണ്, പക്ഷെ ആ എക്സില് ഡിഫക്റ്റീവ് എക്സ് വന്നാൽ അയാള് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിലായി മാറും. ക്ലിയർ ആണല്ലോ? അപ്പോ എക്സ് ലിങ്ക്ഡ് റെസസീവ് ആയിട്ടുള്ള കണ്ടീഷനിൽ വരാൻ സാധ്യതയുള്ള ഇൻഡിവിജ്വൽസിനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. നോക്ക്, ഈ ഫീമെയിലിന് 3 രീതിയിൽ വരാം. ശരിയല്ലേ? ഫീമെയിലിന് നോർമൽ ഫീമെയിൽ ഉണ്ടാവും, നോർമൽ ബട്ട് കാരിയർ ഫീമെയിൽ ഉണ്ടാവും, ആൻഡ് ഡിഫക്റ്റീവ് ഫീമെയിൽ ഉണ്ടാവും. പക്ഷെ മെയിൽ എന്ന് പറയുന്നത് 2 ടൈപ്പ് മെയിലേ ഉള്ളൂ. ഒന്നെങ്കിൽ നോർമൽ അല്ലെങ്കിൽ ഡിഫക്റ്റീവ്. അല്ലാതെ ഒരു കാരിയർ മെയിൽ എന്ന് പറയുന്ന സംഭവം എക്സ് ലിങ്ക്ഡ് റെസസീവിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നോക്ക്, അപ്പൊ സ്വാഭാവികമായിട്ടും ഒരൊറ്റ ഈ എക്സ് ക്രോമസോം 1 മാത്രമേ ആർക്കുള്ളൂ? മെയിലിനുള്ളൂ. അത് ഡിഫക്റ്റീവ് ആയാൽ ആൾക്ക് അസുഖം കാണിക്കും. പക്ഷെ ഫീമെയിലിന് 2 എക്സ് ക്രോമസോം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു എക്സ് ക്രോമസോം ഡിഫക്റ്റീവ് ആയാൽ കുഴപ്പമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മെയിൽസിനാണോ ഫീമെയിൽസിനാണോ അസുഖം കാണാൻ കൂടുതൽ സാധ്യത എന്ന് ചോദിച്ചാല് അത് മെയിൽസിനാണ്. അപ്പൊ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് എക്സ് ലിങ്ക്ഡ് ആണ്, അതായത് സെക്സ് ലിങ്ക്ഡ് ആണ്. അപ്പൊ ഈ അസുഖം കാണിക്കുന്ന പാറ്റേണിലും സെക്സിന് റോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ആർക്കാ കാണാൻ പറ്റുക? മെയിലിനാണ് കാണാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി അടുത്ത കാര്യം എന്ന് ചോദിക്കുന്നത്, ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള മെയിലിന്
അച്ഛൻ അസുഖമുണ്ട്, ആ അസുഖം ഒരിക്കലും മകന് കൊടുക്കാൻ സാധിക്കില്ല. അതാണ് അടുത്ത പോയിന്റ്. ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള മെയിലിന് ആ അസുഖം ആർക്ക് കൊടുക്കാൻ പറ്റൂല? ഡസ് നോട്ട് പാസ് ദ ട്രെയ്റ്റ് ടു ഹിസ് സൺ. മക്കൾക്ക് മകന് കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ ഇവിടെ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന സിമ്പലിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. ഈ പറയുന്ന സിമ്പലിന്റെ അർത്ഥം എന്താ? നോർമൽ ബട്ട് കാരിയർ ആയിട്ടുള്ള ഫീമെയിൽ എന്നാണ് അർത്ഥം അല്ലെ. ഈ ഒരു പെഡിഗ്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ സിമ്പൽ പഠിപ്പിച്ച സമയത്ത് ഈ കാരിയർ ഫീമെയിലിനെയും കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ പോയിന്റ് ആണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫാമിലിനെയാണ് എടുക്കുന്നത്. ഈ പറയുന്ന ഫാമിലിയിൽ അച്ഛൻ അസുഖമുണ്ട്, ജനറ്റിക് ഡിസോർഡർ എന്തോ ഉണ്ട്, അമ്മ നോർമൽ ആണ്, കാരിയർ അല്ല. അപ്പൊ നോക്ക്, ഇവിടെ എന്തായിരിക്കും? അച്ഛൻ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ആണുള്ളത് ആൻഡ് വൈയും ഉണ്ട്. ഇതാണല്ലോ. അച്ഛൻ ഒരു ആൺകുട്ടീനെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ, ആൺകുട്ടീനെ അച്ഛൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താണ്, ഏത് ക്രോമസോമാ കൊടുക്കേണ്ടത്? വൈ ക്രോമസോം ആണല്ലോ കുട്ടിയിലേക്ക് കൊടുക്കേണ്ടത്. കാരണം അമ്മേന്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ആൺകുട്ടിയിലേക്ക് പോകുന്നത് ഏത് ക്രോമസോം മാത്രമാണ്? വൈ ക്രോമസോം മാത്രമാണ്. ക്ലിയർ ആണോ? അപ്പൊ അസുഖമുള്ള ഒരു അച്ഛന് ആൺകുട്ടിക്ക് അസുഖം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആൺകുട്ടിയാണ് അവിടെ ഉണ്ടാവുന്നത് എങ്കിൽ അച്ഛനിൽ നിന്നും വൈ ക്രോമസോം ആണ് ആൺകുട്ടിയിലേക്ക് പോകുന്നത്. ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീന് കിടക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. അപ്പം ഒരു അഫക്റ്റഡ് മെയിൽ ഡസ് നോട്ട് പാസ് ദ ട്രെയ്റ്റ് ടു ഹിസ് സൺസ്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നിങ്ങളൊരു പെഡിഗ്രി കാണുകയാണ്. അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു അച്ഛൻ ആൻഡ് അഫക്റ്റഡ് അമ്മ അൺഅഫക്റ്റഡ് ആണ്. അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു അച്ഛൻ, അമ്മ അൺഅഫക്റ്റഡ് ആണ്. ആൺകുട്ടിക്ക് അസുഖം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള അസുഖമല്ല. അത് എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റെസസീവ് അസുഖമല്ല, അത് ഓട്ടോസോമൽ ആയിട്ടുള്ള അസുഖമായേ പറ്റൂ എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? അസുഖമുള്ള ഒരു അച്ഛന് ഒരിക്കലും ആ അസുഖം ആൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റൂല. അതാണ് എക്സ് ലിങ്ക്ഡ് അസുഖങ്ങളുടെ പ്രത്യേകത. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസോർഡറിന്റെ പെഡിഗ്രി പാറ്റേണിന്റെ പ്രത്യേകത കൂടെ നമ്മൾ പറയാം. അപ്പൊ എക്സ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ക്രോമസോമിലാണ്. ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ് ക്രോമസോം ഡിഫക്റ്റീവ് ആണെങ്കിൽ പോലും ആ ഇൻഡിവിജ്വല് അസുഖമുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും. അതായത് ഒരു നോർമൽ എക്സ് ക്രോമസോമും ഒരു ഡിഫക്റ്റീവ് എക്സ് ക്രോമസോം ഉള്ള ഫീമെയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ ആയിരിക്കും എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ഇയാളുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇയാൾ ഡോമിനന്റ് ആയിട്ടുള്ള അസുഖമാണ്. ഡോമിനന്റ് ആയിട്ടുള്ള അസുഖങ്ങളുടെ പ്രത്യേകത എന്താ? കാരിയർ എന്ന് പറഞ്ഞ സ്റ്റേജ് ഇല്ല. കാരിയർ സ്റ്റേജ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനറേഷൻസ് സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഈ ജനറേഷനിൽ അസുഖമുണ്ട്, ഈ ജനറേഷനിൽ അസുഖമുണ്ട്, ഈ ജനറേഷനിൽ അസുഖമുണ്ട്, ഈ ജനറേഷനിൽ അസുഖമുണ്ട്. അപ്പം ജനറേഷൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് റെസസീവ് അസുഖമായിരിക്കും. ജനറേഷൻ സ്കിപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അത് ഡോമിനന്റ് അസുഖമായിരിക്കും. അപ്പൊ ഇയാളുടെ പ്രത്യേകത എന്താ? നോട്ട് സ്കിപ്പ് ജനറേഷൻസ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അഫക്റ്റഡ് മെയിലിൽ നിന്നും അതായത് അച്ഛന് അസുഖമുണ്ട് ആൻഡ് ആ ട്രെയ്റ്റ് എല്ലാ ഡോക്ടേഴ്സിലേക്കും എത്തും, പക്ഷെ ഒരിക്കലും അത് മകനിലേക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നാ പറഞ്ഞത്. അതായത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാരന്റിനെയാണ് എടുക്കുന്നത്. ഇവിടെ ഈ അച്ഛനും അമ്മയ്ക്കും നോക്കുകയാണെങ്കിൽ അച്ഛൻ അസുഖമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എക്സ് ഡിഫക്റ്റീവ് ആണ് ആൻഡ് വൈ ആണുള്ളത്. അപ്പോ ഒരു ആൺകുട്ടിയാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ വൈ ക്രോമസോം ആണ് ആൺകുട്ടിക്ക് പോവുക. അമ്മ അസുഖം ഇല്ലാത്ത ആളാണ്. അപ്പം അമ്മ നോർമൽ ആയിട്ടുള്ള എക്സ് ആണല്ലോ, അതിലൊരു സംശയവും ഇല്ലല്ലോ. ഓക്കെ, അപ്പം അമ്മയുടെ അടുത്തുനിന്ന് ഒരു നോർമൽ എക്സും പോവും, അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു വൈയും പോവും. ഉണ്ടാവുന്നത് എക്സ് വൈ എന്ന് പറയുന്ന ഒരു നോർമൽ ആൺകുട്ടിയാവും. ഡിഫക്റ്റീവ് ആയിട്ടുള്ള അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു അച്ഛനിൽ നിന്നും ഒരിക്കലും ഒരു ആൺകുട്ടിക്ക് അസുഖം കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഉണ്ടാവുന്നത് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, അഫക്റ്റഡ് ആയിട്ടുള്ള അച്ഛനിൽ നിന്നും ഒരു പെൺകുട്ടിയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അച്ഛന്റെ അടുത്തുള്ള ഈ ഡിഫക്റ്റീവ് എക്സ് ക്രോമസോം അല്ലേ കൊടുക്കുക, അമ്മയുടെ അടുത്തുനിന്ന് ഒരു നോർമൽ എക്സ് ക്രോമസോം ആണ് കൊടുക്കുന്നത്. ഒരാള് ഡിഫക്റ്റീവും ഒരാള് നോർമലും ആയാൽ പോലും ഡോമിനന്റ് അസുഖം എന്താവും കാണിക്കുക? ഡോമിനന്റ് അസുഖം എന്ന് പറയുന്നത് അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും ഉണ്ടാവുക. സോ നോക്ക്, ഈ അസുഖം
എല്ലാ പെൺകുട്ടികളിലും അസുഖം കാണിക്കും. അസുഖം കാണിക്കാത്ത ഒരു പെൺകുട്ടി പോലും ആ കുടുംബത്തിൽ ഉണ്ടാവില്ല. കാരണം എന്താ? അച്ഛൻ്റെ അടുത്തുള്ളത് എക്സ് ഡിഫക്റ്റീവ് ആണ്. എക്സ് ഡിഫക്റ്റീവും അമ്മേന്റെ അടുത്ത് നിന്ന് ഒരു നോർമൽ എക്സ് കിട്ടിയിട്ടും കാര്യമില്ല, ഡോമിനന്റ് അസുഖങ്ങൾ കാണിക്കും. സോ അഫക്റ്റഡ് മെയിൽ, ഇവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള അച്ഛൻ പാസ് ദ ട്രേറ്റ് ഓൺ ടു ഓൾ ഡോട്ടേഴ്സ്, എല്ലാ പെൺകുട്ടികൾക്കും അസുഖം കൊടുക്കും, പക്ഷേ ആൺകുട്ടികൾക്ക് അസുഖം കൊടുക്കാൻ സാധിക്കില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ജനറേഷൻസ് സ്കിപ്പ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റെസസീവ് അസുഖമാണ്. ജനറേഷൻസ് ഒന്നും സ്കിപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് അസുഖമാണ്? ഡോമിനന്റ് അസുഖമാണ്. ഇനി മെയിൽസിന് കൂടുതലായിട്ട് കാണുന്ന അസുഖമാണെന്നുണ്ടെങ്കിൽ അത് എക്സ് ലിങ്ക്ഡ് ആണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു അച്ഛനിൽ നിന്നും ആൺകുട്ടിക്ക് അസുഖം വരുന്നുണ്ട് എങ്കിൽ അത് എക്സ് ലിങ്ക്ഡ് ആവാൻ ഒരു സാധ്യതയില്ല. എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആണെങ്കിലും, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണെങ്കിലും അച്ഛനിൽ നിന്നും ആൺകുട്ടിക്ക് അസുഖം കിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പെഡിഗ്രിയിൽ അച്ഛനിൽ നിന്നും ആൺകുട്ടിക്ക് അസുഖം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം. അത് എന്തല്ല? അത് എക്സ് ലിങ്ക്ഡ് അല്ല, ഓട്ടോസോമൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പെഡിഗ്രി അനാലിസിസ് ആണ് കണ്ടത്. ഈ പെഡിഗ്രീന്റെ കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നീറ്റ് പരീക്ഷയ്ക്ക് പെഡിഗ്രി അനാലിസിസ് നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. NCERT കൊടുത്ത ഈ പെഡിഗ്രി, അത് NCERT 2 പെഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ഓട്ടോസോമൽ ഡോമിനന്റ്, ഓട്ടോസോമൽ റെസസീവും പെഡിഗ്രിയിൽ റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പെഡിഗ്രി മാത്രം നമ്മൾ നോക്കിയാൽ മതി. പക്ഷെ ഐസറിന്റെ അഡ്മിഷൻ ടെസ്റ്റിനൊക്കെ നമുക്ക് പെഡിഗ്രി സോൾവ് ചെയ്യാൻ വരാറുണ്ട്. അപ്പൊ നമ്മൾ ഈ കണ്ട 4 പെഡിഗ്രി ഉണ്ടല്ലോ, അതിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ജനറേഷൻസ് സ്കിപ്പ് ആവുന്നതാണെങ്കിലും, അച്ഛനിൽ നിന്നും മക്കൾക്ക് കിട്ടുന്നതാണെന്നുണ്ടെങ്കിലും, കൂടുതൽ മെയിൽസിൽ കാണുന്നതാണെങ്കിലും, ഈ ഒരു ഹിന്റ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെഡിഗ്രി അനാലിസിസ് നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.